ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. എലാഞ്ചി. ഇന്ന് നമുക്ക് എലാഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് അല്പം ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിവിടെ വഴറ്റി വന്നതിന് ശേഷം നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. എന്നിട്ട് ഈ നെയ്യിൽ തന്നെയാണ് ബാക്കിയുള്ള ഫില്ലിങ്ങും കൂടി നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത്. അതിന് വേറെ പാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് എമൗണ്ട് ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് തേങ്ങ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി തേങ്ങ ഒക്കെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ 1 കപ്പ് തേങ്ങ കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് വലിയ എലാഞ്ചിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ 3 എണ്ണത്തിനുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി തേങ്ങയൊക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ്പ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര എല്ലാം ഉരുകിയിട്ട് തേങ്ങയായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെക്കരുത്, തേങ്ങ ഡ്രൈ ആയി പോകും. അപ്പോൾ അതിനനുസരിച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. പഞ്ചസാര എല്ലാം ഉരുകിയിട്ട് തേങ്ങയൊക്കെ ആയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എലാഞ്ചിക്ക് വേണ്ട ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് എലാഞ്ചിക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കോഴിമുട്ടയാണ് എടുക്കുന്നത്. 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഈ സ്പൂൺ കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. സ്പൂൺ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. വിസ്കൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓംപ്ലേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് എലാഞ്ചി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട്. എങ്കിലും ഇനി അടിയൊന്നും പിടിച്ച് പോകണ്ടെന്ന് വെച്ചിട്ട് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. മാക്സിമം തിന്നായിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കുക. എത്രത്തോളം തിന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നായിട്ട് ഇത് ഉണ്ടാക്കുക. ഇനി ഇതൊന്ന് വെന്ത് വരണം. വളരെ പെട്ടെന്ന് തന്നെ വെന്ത് വരികയും ചെയ്യും, കാരണം വളരെ തിന്നാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഒരു 1 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് അതേപോലെ ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ഓംലേറ്റും കൂടി ഉണ്ടാക്കിയെടുക്കുന്നതും കൂടി ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കിയെടുക്കാം. ഇതും ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ മാറ്റാവുന്നതാണ്.
അങ്ങനെ എല്ലാ ബാറ്ററും ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ഇതും ഇപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. വളരെ തിന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എലാഞ്ചി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഓംപ്ലേറ്റ് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ ഇതേപോലെ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് ലോഡാവണ്ട, അത്യാവശ്യത്തിന് വേണ്ട ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. എലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഒരു എലാഞ്ചിയും കൂടി റെഡിയാക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. ഓരോ സൈഡിൽ നിന്ന് റോൾ ചെയ്തെടുക്കുക. എലാഞ്ചി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ഫില്ലിങ് വെച്ചിട്ട് എനിക്ക് 3 എണ്ണം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം ഇത് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതിനെക്കാട്ടി കുറച്ചുകൂടി ചെറിയ തവിയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഓംപ്ലേറ്റ് ആക്കി എടുത്തിട്ട് അതിൽ എലാഞ്ചി വെച്ച് കൊടുക്കാം. കുറച്ചും കൂടി ചെറുതാവുന്നതാണ് നല്ലത്. എൻ്റെ അടുത്ത് ഇവിടെ വലിയ തവി ആയതുകൊണ്ടാണ് വലുതായത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.